ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിക്ക് ഇത്തവണ കനത്ത വെല്ലുവിളിയാകും എന്നാണ് കരുതപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിച്ചിട്ടും ബി.ജെ.പിക്ക് 10-ൽ 5 സീറ്റും നഷ്ടമായിരുന്നു. വോട്ട് ഭേദത്തിൽ അവർ കോൺഗ്രസിൻ്റെ പിന്നിലായി പോവുകയും ചെയ്തിരുന്നു. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്ന ബി.ജെ.പി ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് ജെ.ജെ.പി അഥവാ ജൻനായക് ജൻശക്തി എന്ന പാർട്ടിയുടെ പിന്തുണയിലാണ്. ഇതിൻ്റെ ഫലമായി ജെ.ജെ.പി നേതാവ് ദുഷ്യന്ത് ചൗത്താല ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ച് വാങ്ങിക്കുകയും ചെയ്തിരുന്നു. സർക്കാരിനെതിരായ ജനരോഷം തിരിച്ചറിഞ്ഞ ജെ.ജെ.പി ഈ കഴിഞ്ഞ മാർച്ചിൽ സർക്കാരിൽ നിന്നും എൻ.ഡി.എയിൽ നിന്നും ഒഴിഞ്ഞുമാറുകയും ചെയ്തിരുന്നു. 5 വർഷവും ശക്തമായ കർഷക പ്രക്ഷോഭം അലയടിച്ച ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം പോലും നടത്താൻ കഴിഞ്ഞില്ല. അത്രമാത്രം എതിർപ്പുകളാണ് കർഷക സംഘടനകൾ ഉന്നയിച്ചത്. ഗ്രൂപ്പുകളായി ഭിന്നിച്ചു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ സംഘടനയിലെ ആ ദൗർബല്യമാണ് ബി.ജെ.പിക്ക് ഇത്തവണ 5 സീറ്റിലെങ്കിലും ജയിക്കാൻ ഇടവരുത്തിയത്. മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് കോൺഗ്രസിൻ്റെ ജനകീയ മുഖം. മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ സിർസയിൽ നിന്നുള്ള ലോക്സഭാ അംഗവുമായ സെൽജ കുമാരി ഉൾപ്പെടെയുള്ളവരുമായി ഹൂഡ ഒത്തുപോകാറില്ല. ഇതൊക്കെ ബി.ജെ.പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിരുന്നു. 2 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതികളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ഘട്ടമായി ജമ്മു കാശ്മീരിലും ഒരൊറ്റ ഘട്ടമായി ഹരിയാനയിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഹരിയാനയിൽ ഒക്ടോബർ 1-നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബി.ജെ.പിയും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിന് ദേശീയ പ്രാധാന്യവുമുണ്ട്. സംസ്ഥാനത്ത് തങ്ങളുടെ ഭരണം നിലനിർത്താൻ ബി.ജെ.പി 18 അടവും പയറ്റി നിൽക്കുമ്പോൾ രാജ്യം ഒട്ടാകെ അലയടിച്ച ബി.ജെ.പി വിരുദ്ധതയിലും രാഹുൽ തരംഗത്തിലും പ്രതീക്ഷ വെക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഹരിയാനയുടെ രാഷ്ട്രീയ കളരിയിൽ ആരുടെ കൈ ഉയരുമെന്ന ചോദ്യം സഖ്യകക്ഷികളുടെ ഔദാര്യം കൊണ്ട് ഭരണത്തിലിരിക്കുന്ന ബി.ജെ.പിക്കും പാർലമെൻറ്റിൽ കരുത്ത് കാണിക്കുന്ന ഇന്ത്യ മുന്നണിക്കും ഒരേപോലെ നിർണായകമാണ്. സംവരണ വിരുദ്ധ പാർട്ടി എന്ന നിലയിലുള്ള രാഷ്ട്രീയ ലേബൽ ഇപ്രാവശ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു. അത്തരം പാളിച്ചകൾ തിരുത്താൻ ആദ്യം ലഭിക്കുന്ന അവസരമെന്ന നിലയിലാണ് ബി.ജെ.പി ഹരിയാന തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബി.ജെ.പി ഹരിയാനയിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം വർദ്ധിപ്പിച്ചിരുന്നു. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി തസ്തികകളിൽ നിലവിലുള്ള 15% എന്ന സംവരണം ഒറ്റയടിക്ക് 27% അവർ ഉയർത്തിയത്. സംവരണ ആനുകൂല്യത്തിനുള്ള വരുമാന പരിധി 6 ലക്ഷത്തിൽ നിന്നും 8 ലക്ഷമായി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ കർഷക പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുമെന്ന നിലപാട് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ അഗ്നിവീർ പാർലമെൻറ്റിലും ചർച്ചയായി മാറിയിരുന്നു. ഈ 2 വിഷയങ്ങളെയും ഹരിയാനയിലെ ബി.ജെ.പി സർക്കാർ അഭിസംബോധന ചെയ്തിരുന്നു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അവർ ബോണസ് വിതരണം ചെയ്യുകയും ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ നീക്കത്തിലൂടെ കർഷകരെ തങ്ങളുടെ ഒപ്പം നിർത്താനാണ് ബി.ജെ.പി ശ്രമിച്ചത്. അഗ്നിപഥ് പദ്ധതിയെ ചൊല്ലി കേന്ദ്രവും പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കെ അഗ്നിവീർ സൈനികർക്ക് പോലീസ് മൈനിങ് ഗാർഡ് ജോലികളിൽ 10% സംവരണമാണ് ഹരിയാനയിലെ ബി.ജെ.പി സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ നീക്കങ്ങളുടെ എല്ലാം ഗുണം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ ഹരിയാനയിൽ ഏറെ സങ്കീർണമാണ്. കർഷകർ ഒന്നടങ്കം ബി.ജെ.പിക്ക് എതിരായി തന്നെയാണ് നിൽക്കുന്നത്. 2019 10-ൽ 10 നേടിയ ബി.ജെ.പി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരുന്നു. കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവാണ് അവിടെ നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണെന്നാണ് കണക്കുകൂട്ടലുകൾ. ആം ആദ്മി പാർട്ടിയും ഹരിയാനയിൽ കുറച്ച് സീറ്റുകൾ നേടും എന്നിരിക്കെ ആസന്നമായിരിക്കുന്ന വലിയൊരു പതനത്തിൻ്റെ തുടക്കം ബി.ജെ.പി അനുഭവിച്ചറിയുന്നത് ഹരിയാനയിൽ നിന്നായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.